പിതൃതർപ്പണം ചെയ്യുന്ന ദിവസമാണല്ലോ, കർക്കിടക വാവുബലി. ദക്ഷിണായത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേര് തൃച്ചേപ്പുറം എന്നാണ്. അപ്പോൾ ആ അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഴയാണ്, അത് കാരണം ഞാൻ തന്നെയാണ് പോകുന്നത്, പിള്ളേരാരുമില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന അമ്പലത്തിൻ്റെ പേര് ശ്രീ ശങ്കരനാരായണ മഹാദേവ ക്ഷേത്രം തൃച്ചേപ്പുറം എന്ന് പറയും. ഒരുപാട് മഹാ അത്ഭുതങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വഴികളുണ്ട് പോകാനായിട്ട്. എന്നാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നൊരു വഴിയിലേക്കാണ് ഞാൻ പോകുന്നത്. നല്ലൊരു കുത്തു കയറ്റമാണത്. അങ്ങനെ കുന്നിൻ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വഴികളുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അമ്പലത്തിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ അവിടെ സംഗീത സദസ്സ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, പക്ഷേ അത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചെറിയ രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം, ശങ്കരനാരായണ മഹാദേവ ക്ഷേത്രം തൃച്ചേപ്പുറം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ബലിതർപ്പണം കഴിഞ്ഞു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ അന്നദാനവും നൽകി വരാറുണ്ട്. പുണ്യപുരാതന ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ മഹാ അത്ഭുതം കാണാം. അത്ഭുതം എന്ന് പറയുന്നതല്ലാതെ എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്ഭുതം എന്ന് പറയുന്നത് താഴെ, അതായത് ഈ നടക്കുന്ന ഭയങ്കര ദുർഘടമായ സ്ഥലമാണ്. തന്നെയല്ല, മഴയുണ്ട്, നല്ല വഴുവഴുപ്പുണ്ട്, ചള്ളയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം താണ്ടി വേണം നമ്മൾ പോകാൻ. ഇത് മുഴുവൻ റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഈ നിൽക്കുന്നവർ താഴോട്ട് പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നവരാണ്. കാരണം അതുപോലുള്ള കുത്തിറക്കമാണ്, മുന്നോട്ട് താഴോട്ടുള്ള അതുപോലുള്ള കുത്തിറക്കമാണ്. കണ്ടല്ലോ, ഈ ഇറങ്ങി വരുന്നുണ്ടോ, അതുപോലെ കുത്തിറക്കമാണ് താഴോട്ട്. കണ്ടോ, ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കമ്പിവേലി കെട്ടിയത് ഒരുപാട് എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരെയും പരിചയമുള്ളവരാണ്. എല്ലാവരും ബലിതർപ്പണം കഴിഞ്ഞ് കയറി വരികയാണ്. ബലി ഇടാൻ വേണ്ടി ചിലർ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് നിരങ്ങിയൊക്കെ നമ്മൾ ഇറങ്ങി പോവുകയാണ്. അവസാനം നമ്മൾ അവിടെ എത്തിപ്പെട്ടു. അവിടെ എത്തിച്ചെന്നു. തെന്നാതെ സൂക്ഷിച്ച് നടക്കുകയാണ് നമ്മൾ. ബലിയിടാനുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. തീർത്ഥക്കുളത്തിനടുത്താണ് ബലിതർപ്പണം നടത്തപ്പെടുന്നത്. ഈ തീർത്ഥക്കുളത്തിനോട് ചേർന്നാണ് ഞാൻ പറഞ്ഞ മഹാ അത്ഭുതം ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഗുഹയാണ്. അതായത് ഇവിടുത്തെ തീർത്ഥാടകർ അല്ലെ ഭക്തജനങ്ങൾ ഈ വഴി ഗുഹയിലേക്ക് അകത്ത് പ്രവേശിച്ച് അതിൻ്റെ ചുറ്റുപാടിൽ നിന്നും, ഗുഹയ്ക്കുള്ളിലോട്ട് കയറി അതിൻ്റെ ചുറ്റുപാടിൽ നിന്നും മണ്ണ് പ്രസാദമായിട്ട് സ്വീകരിച്ച്, ആ ചുരണ്ടിയെടുക്കുന്ന മണ്ണാണ് ചന്ദനത്തിൻ്റെ ഗന്ധം പകരുന്നത്. അതുകൊണ്ട് ചന്ദനം തന്നെയാണ്, ഒരു തരത്തിൽ പറയാൻ ചന്ദനം തന്നെയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്.
അപ്പോൾ ഈ ചേട്ടന് എടുത്ത് കാണിക്കുന്ന ഇതാണ് മണ്ണ് രൂപത്തിലുള്ള ആ ചന്ദനം. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ സ്വീകരിച്ച് ആ കുന്ന് കയറി മുകളിൽ വന്ന് ഒന്ന് വിശ്രമിക്കുകയാണ് എല്ലാവരും. കുന്ന് കയറി വന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല രീതി വിശന്നു. പിന്നെ അന്നദാന മണ്ഡപത്തിൽ പോയി അന്നദാനവും കഴിച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.